ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വിസ്മയ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? ഞാനും ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയും മീഷോയിൽ നിന്ന് തന്നെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് കുർത്തി സെറ്റും പിന്നെ ഡ്രസ്സുകളുമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ട ഡ്രസ്സിനെ കുറിച്ച് എല്ലാവരും കമന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാന്നൊക്കെ. അപ്പൊ അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോകാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സല്ല, കുർത്ത സെറ്റ് ആണ്. അത് ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്, ദുപ്പട്ടയും വരുന്ന ഒരു സെറ്റ് ആണ് ആദ്യം ഞാൻ കാണിക്കുന്നത് കേട്ടോ. അത് നല്ല സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ടോപ്പ് വന്നിട്ട് നല്ല കളറാണ് കേട്ടോ, നല്ല നൈസ് കളർ. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു കളറാണ് ഇത്. പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇത്രയാണ് വരുന്നത്, 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന്റെ എൻഡിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട്. അതായത് നമ്മുടെ പാൻസ് ഈ ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത്. അതിന്റെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചേക്കണാണ് കേട്ടോ. സോ നമ്മുടെ ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക്. പിന്നെ ഞാൻ ഇത് സൈസ് വാങ്ങിയേക്കണത് മീഡിയം സൈസ് ആണ്. സോ നിങ്ങൾ സാധാരണ വാങ്ങണ അതേ സൈസ് തന്നെ വാങ്ങിയാൽ മതി. എനിക്കിത് കറക്റ്റ് ആയിരുന്നു. ഫിറ്റിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം സൂപ്പറാണ്. പിന്നെ ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ് വന്നേക്കുന്നത്. അത് ഫാബ്രിക് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് കണ്ടോ, നല്ല ഫാബ്രിക് ആണ് കേട്ടോ. കണ്ടില്ല? അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ചെറിയ ഷോ ബട്ടൺ ഒക്കെ വന്നിട്ടുണ്ട്, ഒരു 3 ഷോ ബട്ടൺ. ഇത് വെറുതെ ഷോക്ക് വെച്ചേക്കണം, വേറെ നമുക്ക് ഓപ്പൺ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിന്റെ ഫാബ്രിക് ശരിക്കും എടുത്തു പറയേണ്ടത്, ഇത് നമുക്ക് കളർ ഫെയ്ഡ് ആവോ ഒന്നുമില്ല. അതായത് നമ്മൾ ഇത് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരത്തില്ല. നമ്മൾ ഫസ്റ്റ് വാഷിനാണെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരത്തില്ല. ഇതിന്റെ ക്വാളിറ്റി ആണെങ്കിലും സൂപ്പറാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇതാണെങ്കിൽ വാഷ് ചെയ്താലോ അല്ലെങ്കിൽ അയൺ ചെയ്താലോ ഒന്നും ഇതിന് മാറ്റം വരത്തില്ല. നമ്മൾ ഫസ്റ്റ് വാഷ് കഴിഞ്ഞ് അയൺ ചെയ്താലൊക്കെ നമ്മൾ എങ്ങനെയാണോ നമുക്ക് കിട്ടിയ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഇതിന്റെ സ്ലിറ്റ് വരുന്നുണ്ട്, A-ലൈൻ കട്ടാണ് വരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പിന്നെന്താ പറയാൻ, ഇതിന്റെ ഫുൾ ബോഡി ഈ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി ഇതിന്റെ ടോപ്പിന് ഇത്രയേ ഉള്ളൂ, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ്. ഇനി ഇതിന്റെ ബോട്ടം വന്നിട്ട് നമുക്ക് ഇതുപോലെ പാന്റാണ്. ഈ ഒരു ഡിസൈൻ ഞാൻ പറഞ്ഞില്ല, സ്ലീവിൽ വെച്ചേക്കണം ഇതിന്റെ ഒരു പീസ് എടുത്തിട്ടാണ്. ഇതുപോലെ ഒരു പലാസോ പാൻസ് ആണ് വരുന്നത്. ഇത് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാനായിട്ട്, നല്ല സുഖമുണ്ട് ഇടാനായിട്ട്, നല്ല ബ്രീത്തബിൾ ആയിട്ട്. സോ നമുക്കിത് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇട്ട് സൂപ്പറാണ്, നല്ല ഒരു ഡ്രസ്സാണിത്. ഇത് ശരിക്കും ഡെയിലി വെയർ ആണ്, പാർട്ടി വെയർ ആയിട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് കറക്റ്റ് ഒരു ഡെയിലി വെയർ കുർത്തിയാണ്. നമുക്ക് ഓഫീസ് വെയർ, കോളേജിൽ അങ്ങനെയൊക്കെ ഇടാൻ പറ്റും. ഇത് കറക്റ്റ് സൈസിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇതിൽ വേറെ ബോട്ടത്തിൽ പോക്കറ്റ്സ് ഒന്നും വരുന്നില്ല കേട്ടോ, ഇത്രയേ വരുന്നുള്ളൂ. പിന്നെ ഇതിന്റെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അത് ഇങ്ങനെയാണിത് വരുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച്, അതായത് എങ്ങനെയാണോ എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഞാനിങ്ങനെ മടക്കി വെച്ചിരുന്നത്. ഇത്രയേ ഉള്ളൂ. അത്രയും സോഫ്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ദുപ്പട്ട ഞാൻ ഓപ്പൺ ചെയ്ത് തരാം. നല്ല കളറാണ് കേട്ടോ, നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നേക്കുന്നത്. ഗ്രീനും ബ്ലൂവും പിന്നെ വൈറ്റും എല്ലാം കൂടെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യാം. ഒത്തിരി ലെങ്തി അല്ല, ഒരുപാട് ലെങ്ത് ഇല്ല, അത്യാവശ്യം ഇത്രയാണ്. ഇത് ഞാൻ 2ആയിട്ട് മടക്കിയേക്കുക. സോ ഇത്രയാണ് ലെങ്ത് വരുന്നുള്ളൂ. വിഡ്ത്ത് ഇത്ര വരുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വീതി വരുന്നുണ്ട്. ഇത് 1 സൈഡ് ഒക്കെ ആയിട്ട് ഇടുവാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഇറക്കിയൊക്കെ ഇടുമല്ലോ, അപ്പോഴാണ് ഇതിന് കുറച്ച് ലെങ്ത് കുറവുള്ള പോലെ തോന്നുന്നത്. നല്ല സുഖമാണ് കേട്ടോ. ഇതിന്റെ ഫാബ്രിക്കൊക്കെ നല്ലതാണ്. ഞാൻ ഇത്രയോടെ നന്നായിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ? നല്ല ഫാബ്രിക്കിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. ഇതിൽ 3, അതായത് ദുപ്പട്ടയാണെങ്കിലും പാൻസ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും നല്ല ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. ഇതൊക്കെ നല്ല ഡെയിലി വെയർ ആയിട്ട് അടിപൊളിയാണ്. ഞാനിത് വെച്ച് കാണിച്ചാണ്. ഇങ്ങനെയാണ് ഇട്ട് കഴിയുമ്പോൾ കിടക്കുക. നമ്മളിങ്ങനെ ഇടുമ്പോൾ മാത്രമേ എനിക്ക് തോന്നിയ കാര്യമാണ് ഇച്ചിരി ഇറക്കം കുറവ് പോലെ തോന്നുന്നു. ഇത് 1 സൈഡ് ഇടുവാണെങ്കിൽ നല്ലതാണ്, നല്ല സുഖമാണ് കേട്ടോ, നല്ല സുഖമുണ്ട് ഇടാനായിട്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ഫാബ്രിക്കാണ് ഇതിൽ 3ലും വന്നേക്കണത്. പിന്നെ നല്ല ബ്രീത്തബിളാണ്, നല്ല ഇട്ടാലും നല്ല സുഖമുണ്ട്. നമുക്ക് വേറെ ഇങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ കിടക്കും കേട്ടോ. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇതിന്
പിന്നെ ഇതിൻ്റെ വേറെ കളർ ഷെയ്ഡ് ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഈ ഒരു ഒറ്റ കളർ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ നല്ല കളറാണ്, നല്ല രസമുള്ള കളറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ M തൊട്ട് XXL വരെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 559. 559 രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും സൂപ്പർ ആയിട്ടുള്ളൊരു ഡ്രസ്സ് കിട്ടുന്നത്. നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് റെഡിമെയ്ഡ് ആയിട്ട് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് കിട്ടണേന് 550 രൂപയ്ക്ക് നമുക്ക് നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ദാറ്റ് ഇതിൻ്റെ ഫാബ്രിക് ഒക്കെ നല്ലതാണ്, നല്ല സുഖമുള്ള ഫാബ്രിക്കാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. സോ നിങ്ങൾ ഈ ഡിസൈൻ ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. സോ ഇതിൻ്റെ കോഡ് ഞാൻ പറഞ്ഞു തരാം. 443561331 ആണ് ഇതിന്റെ കോഡ്. ഞാൻ താഴെ എഴുതിയേക്കാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ നമ്മുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു സൂപ്പർ ഡ്രസ്സായിരുന്നു. സത്യത്തിൽ ഞാനിത് വാങ്ങുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇത്രയും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ അതിൽ കാണുന്നേക്കാളും നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനേക്കാളും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ദാറ്റ് ഞാൻ പിക്ചറിൽ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ മൊത്തം ഒരു പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് ആണ് ശരിക്കും ഇത്. അതിലാണെങ്കിൽ ഓറഞ്ച്, പിങ്ക് അങ്ങനത്തെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഈ നെക്കിൽ ഇതുപോലത്തെ ലേസ് വർക്കാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഫാബ്രിക് ആണ് എടുത്ത് പറയേണ്ടത്. ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ക്രീപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത്. നല്ല ഫാബ്രിക് ആണ്. ദാറ്റ് ഇത് എത്ര വാഷ് ചെയ്താലും ഇങ്ങനെ തന്നെ ഇരിക്കും. ദാറ്റ് നമുക്ക് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലും ആണ് വരുന്നത്. ഇതിന്റെ വേറെ കളർ ഫെയ്ഡ് ആവുമെന്നോ അങ്ങനെ വേറെ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റിയിലാണ്. അതുപോലെ തന്നെ നല്ല വെയിറ്റ് നമുക്ക് പിടിക്കുമ്പോഴാണ് നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലൊക്കെ നമുക്ക് നല്ല ലൈനിങ്ങും വരുന്നുണ്ട്. സോ നമ്മൾ ആദ്യം തൊട്ട് പറയാം. അപ്പോൾ ഇതിന്റെ നെക്ക് വന്നിട്ട് നെക്കിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇതുപോലെ വീനക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആ ലേസ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതിന്റെ ഇവിടെ ബട്ടൺ വരുന്നു. അതിനുശേഷം ഇവിടെ വേറൊരു സ്റ്റിച്ചിങ് ഉണ്ട്. അതിങ്ങനെ നമുക്ക് നല്ല ഷേപ്പിൽ നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണുന്ന ഡ്രസ്സുകളുടെ ഒക്കെ പോലത്തെ ഒരു സ്റ്റിച്ചിങ് ആണ്, ഒരു പ്രത്യേകതരം സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കാണിച്ചു തരാൻ നോക്കാം. ഞാൻ പറയുന്നേക്കാളും നല്ലതാണല്ലോ. ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതായത് ഇപ്പം ഈ ഒരു ഡ്രസ്സിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ വി പോലെ താഴോട്ട് പോയിട്ടുണ്ടല്ലോ, ഏകദേശം അതുപോലത്തെ നല്ല ഷേപ്പിൽ കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട്. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ബട്ടണൊക്കെ ആണെങ്കിൽ ഷോക്ക് വെച്ചേക്കുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റിച്ചിങ് വന്നേക്കുന്നത്. ഈ സ്റ്റിച്ചിങ് ഒന്നും കറക്റ്റ് നമുക്ക് ആ പിക്ചറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ശരിക്കും എനിക്ക് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാനും ഇത് ഇങ്ങനെയാണ് വരുന്നതെന്ന് അറിഞ്ഞതേ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ സ്ലീവ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പഫ് സ്ലീവ് വന്നിട്ട് സ്ലീവിലും ഇതുപോലെ ലേസ് വർക്ക്. ഇതെല്ലാം നല്ല കട്ടിക്കാണ് കേട്ടോ വന്നേക്കണത്, വെറുതെ വന്നേക്കണല്ല, നല്ല ക്വാളിറ്റിയിൽ വന്നേക്കണ ലേസാണിത്. ഇതും അതെ, അതുപോലെ തന്നെ ഇത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നേക്കണത്. ഇത് ഞാൻ ശരിക്കും കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കണ്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഫാബ്രിക്കും ശരിക്കും ഒന്ന് കണ്ടു. നല്ല ഫാബ്രിക്കാണ് കേട്ടോ, നല്ല ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ഇതുപോലെയാണ് വന്നേക്കുന്നത്. അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. കണ്ടില്ലേ? നല്ല ഭംഗിയൊക്കെയാണ്. അത് നല്ല വൃത്തിക്കാണ് സ്റ്റിച്ച് ചെയ്തേക്കണതും. അതുപോലെ തന്നെ ഈ ലേസ് ആണെങ്കിലും ഇതിൽ ഉപയോഗിച്ചേക്കണ മെറ്റീരിയൽ ആണെങ്കിലും ഫാബ്രിക് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ലേ ലൈനിങ് വരുന്നുണ്ട്. ആ ലൈനിങ്ങും നല്ല രീതിയിൽ തന്നെ നല്ല ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി. നമ്മളിങ്ങനെ പിടിക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ സോ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റും ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ക്വാളിറ്റി തോന്നുന്ന മെറ്റീരിയൽ പോലെ തന്നെ, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു ഡ്രസ്സിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും ഈ പ്രിന്റ് വരുന്നുണ്ട്. സോ ഇനി ഇതിന്റെ താഴെയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പീസ് മാത്രമാണ് വരുന്നത്. ഇവിടെ നിങ്ങനെ താഴെ നല്ല ലെങ്തി ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയ്ഡും ആയിട്ടുള്ള ഡ്രസ്സാണിത്.
പിന്നെ ഇതിന്റെ ഒരു ചെറിയ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയാണ് ഈ ഡ്രസ്സിൽ ചെറുതായിട്ട് അവിടെ ഇവിടെ സ്റ്റെയിൻ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു കളർ വ്യത്യാസം കണ്ടില്ലേ, ചെറിയ ചെളി പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഇവിടെയായിട്ടും ഇതുപോലെ കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ, സ്റ്റെയിൻ വന്നിട്ടുണ്ട്. സോ അതാണ് എനിക്ക് ഈ ഡ്രസ്സ് കിട്ടിയാലേ എനിക്ക് നെഗറ്റീവ് എന്ന്. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ്. ദാറ്റ് ഡ്രസ്സിന്റെ ക്വാളിറ്റി ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഫിറ്റിംഗ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. പക്ഷെ ഈ ഒരു സ്റ്റെയിൻ വന്നത് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കഴിയുമ്പോൾ മാറുമായിരിക്കും, അറിയത്തില്ല. ഞാനത് ജസ്റ്റ് കാണിച്ച് തന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇതുപോലെ ചെളിയൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സ് എനിക്ക് കിട്ടുന്നത്. ഈ 2 ഭാഗത്താണ് എനിക്ക് വന്നേക്കുന്നത്, വേറെ എങ്ങും ഇല്ല. ബാക്കി എല്ലായിടവും നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അത് ഇതിന്റെ ഒരു ചെറിയൊരു നെഗറ്റീവാണ്. സോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാം. ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത് മീഡിയം സൈസിലാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ചെറിയ കളർ ചേഞ്ച് ഉണ്ട്. ചെറുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കളേഴ്സാണ് ഇതിന്റെ വേറെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെന്ന് പറഞ്ഞ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്, അതിന്റെ കൂടെ പിങ്ക്, അങ്ങനത്തെ ചെറിയ കളർ ഒരു വ്യത്യാസത്തിലാണ് വരുന്നത്. വേറെ വലിയ കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. സോ ഇത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്, എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. പിന്നെ ഇതിന്റെ റേറ്റ് നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 398 398 രൂപയ്ക്കാണ് അത് കിട്ടുന്നത്. ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. ദാറ്റ് അത്ര നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ, പെട്ടെന്ന് ഒന്നും പോകത്തില്ല. സോ ഇതിന്റെ കോഡ് വന്നിട്ട് 455355 413 ആണ് ഇതിന്റെ കോഡ്. ഞാൻ താഴെ ഇട്ടേക്കാം. സോ ഇത്രയും ഉണ്ടായിരുന്നു നമ്മുടെ തേർഡ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട ഡ്രസ്സ് ഏതാന്ന്. ഈ ഒരു പിങ്ക് കളർ ഡ്രസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നത് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നല്ല സിമ്പിളാണ്, എനിക്കിതിന്റെ കളർ ആണെങ്കിലും ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ദാറ്റ് ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ മജന്ത കളറാണ്, മജന്ത കളർ നല്ല ഒരു ഡാർക്ക് ബ്രൈറ്റ് കളറാണ് കേട്ടോ. പിന്നെ ഇത് വളരെ സിമ്പിളാണ്. സിമ്പിൾ ആയതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നമുക്ക് ഇടാനും നല്ല സുഖമാണ്. സോ സിമ്പിളാണ്. ദാറ്റ് ഇതിന്റെ നെക്ക് സ്ലീവ് ഒന്നും ഇങ്ങനെ വേറെ ഒന്നുമില്ല. ദാറ്റ് ഈ നെക്കിൽ നിന്ന് തന്നെ നെക്കില് ഫുൾ നമ്മുടെ ബാക്കും ഫ്രണ്ടും എലാസ്റ്റിക് ആണ് വരുന്നത്. അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്ലീവ് വരുന്നത്. സ്ലീവ് ആണെങ്കിലും കുറച്ചിങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന പോലത്തെ സ്ലീവാണ്. നല്ല ഇട്ട നല്ല സുഖമാണ് ഇത് ഇടാനായിട്ട്. പിന്നെ ഇതിൽ വേറെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ സ്മോൾ സൈസാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇത് മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. പിന്നെ ഈ ഒരു ബ്രാൻഡിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഈ ബ്രാൻഡിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമാണ്. ഞാൻ ആ നേരത്തെ കാണിച്ച ടൈ ആൻഡ് ഡൈ ഒക്കെ വാങ്ങിയത് ഞാൻ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഫാബ്രിക് ആണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഫാബ്രിക്കാണ്. ഇത് കണ്ടില്ലേ, നല്ല ഫാബ്രിക്കാണ്. ഒത്തിരി അങ്ങനെ സീത്രൂ അല്ല. പക്ഷെ സീത്രൂ ആണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചാണ് താനും. പക്ഷെ അതിന്റെ അടിയിൽ സ്ലിപ്പ് ഇടണമെന്ന് നിർബന്ധം ഒന്നുമില്ല. പിന്നെ ഇതാണെങ്കിൽ ഒത്തിരി ലോങ് അല്ല, ഷോർട്ട് ഡ്രസ്സാണ്. പിന്നെ ഇതൊരു A-ലൈൻ കട്ടാണ് വരുന്നത്. ഒത്തിരി ഫ്ലെയർഡ് അല്ല, ഒത്തിരി ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സല്ല ഇത്. പിന്നെ ഇതിനെ കുറിച്ച് പറയാനായിട്ട് ഇതിൽ വേറെ പോക്കറ്റുകളോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒന്നുമില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഇത്രയേ ഇതിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളൂ. വേറെ ഇതിന്റെ അകത്ത് വേറെ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഇതിന്റെ റേറ്റ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ഒരു വിസ്കോസ് റയോൺ ആണ് വരുന്നത്. ഇതിൽ ചെറിയ ഇങ്ങനെ ഡിസൈൻ പോലത്തെ ഒരു ഫാബ്രിക് ആണ്. നിങ്ങൾ ശരിക്കും കണ്ടില്ലേ? ഇതിന്റെ ആണെങ്കിൽ വേറെ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ് ഞാൻ എവിടെയോ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വേറെ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളറായിട്ട്. അതെനിക്ക് കറക്റ്റ് ഐഡിയ ഇല്ല. എന്തായാലും ഞാൻ കോഡൊക്കെ പറഞ്ഞു തന്നേക്കാം. ഇതിലാണെങ്കിൽ സൈസ് ആണെങ്കിൽ സ്മോൾ തൊട്ട് XXL വരെ ഉണ്ട്. പിന്നെ ഞാൻ മീഡിയം എടുക്കുന്ന ഞാനാണെങ്കിൽ സ്മോൾ ആണ് എടുത്തേക്കുന്നത്. എനിക്കത് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീഡിയം എടുത്താലും പ്രശ്നമില്ല. ഇങ്ങനത്തെ ഡ്രസ്സ് ഇത്തിരി ലൂസിൽ കിടന്നാലും കുഴപ്പമില്ല. ഈവൻ നിങ്ങൾക്ക് അത് വേണ്ട, കറക്റ്റായിട്ടാണ് വേണ്ടെങ്കിൽ സ്മോൾ എടുത്താലും മതി. ഓക്കെ, സ്മോൾ എടുത്താലും മീഡിയം എടുത്താലും പ്രശ്നമൊന്നും ഇല്ല. സോ ഇതിന്റെ റേറ്റ് വന്നിട്ട് 381, അതായത് 381 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. ഇതിന്റെ കോഡ് വന്നിട്ട് 4264
49117 ആണ് ഇതിന്റെ കോഡ്. സോ നിങ്ങൾക്ക് ഈ കോഡ് വെച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒത്തിരി ഫ്ലെയർഡ് അല്ല, ഇതിങ്ങനെ നമ്മുടെ ബോഡിയോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന പോലത്തെ ഒരു ഡ്രസ്സാണ് ഇത്. അങ്ങനത്തെയാണ് അതിന്റെ ഫാബ്രിക്കും അങ്ങനെയാണ്, ഡിസൈനും അങ്ങനെ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. നല്ല സിമ്പിളാണ്, ഇടാനും നല്ല സുഖമാണ്, ഇടാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. നല്ല സിമ്പിളുമായിട്ട് നല്ല കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് കിടക്കുകയും ചെയ്യും. സോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് ഡ്രസ് എന്ന് പറഞ്ഞാലും ഇതും കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു ഇത് എവിടെ നിന്നാന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇത് മീഷോയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ കളറാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാണ്. ഒരു ലൈറ്റ് ഗ്രീൻ കളറും അതിന്റെ കൂടെ ഇതെല്ലാം ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. ഓഫ് വൈറ്റില് ഗ്രീൻ ആണ് കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. നല്ല കളർ, നൈസ് കളറാണ് കേട്ടോ. കളറാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഇതിന്റെ കളറാണ്. അതുപോലെ തന്നെ എന്റെ ഫാബ്രിക്കും സൂപ്പറാണ്. നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. സോ ഇതിന്റെ ഫാബ്രിക് ഞാൻ ശരിക്കും കാണിച്ചു തരാം. ചെറിയ ഇങ്ങനെ ചെക്ക് പോലത്തെ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. ഇതാണെങ്കിലും ഞാൻ സ്മോൾ സൈസ് ആണ് വാങ്ങിയേക്കുന്നത്. സോ നിങ്ങൾക്ക് സാധാരണ വാങ്ങണേക്കാളും ഒരു സൈസ് ചെറുതായിട്ട് വാങ്ങിയാൽ മതി. പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ. അടിയിൽ ഇങ്ങനെ 3/4 ഞാനിപ്പോ ഇട്ട സ്ലീവിനേക്കാളും കുറച്ചുകൂടെ ഇവിടെ വരെ ഉള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എലാസ്റ്റിക് ആണ് ഇതിന്റെ ബാക്കിലും ഇങ്ങനെ എലാസ്റ്റിക് തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്ലീവാണ്. അതുപോലെ തന്നെ ഇതിന്റെ നെക്കാണേലും എല്ലാം നല്ലതാണ്. പിന്നെ ഇതിന്റെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ ഈ ഒരു നെക്ക് ഉണ്ടല്ലോ, നെക്ക് വി നെക്കിൽ വന്നിട്ട് ഇതുപോലെയാണ്. ദാറ്റ് ഞാനിപ്പോൾ ഇട്ടേക്കണ ഡ്രസ്സ് പോലെ തന്നെയാണ് ഇതിന്റെ വന്നേക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ വി നെക്ക് വന്നിട്ട് അതിന്റെ താഴെ ഈ ഒരു ഷേപ്പിലാണ് ഡ്രസ്സ് വന്നേക്കണം. എന്നിട്ട് ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ ഞൊറി പോലെ വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് കിടക്കണം. ഇതും ഏകദേശം ഒരേപോലത്തെ സ്റ്റിച്ചിങ് ആണ് വന്നേക്കുന്നത്. നല്ല രസമാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല രസമുണ്ട്. ഇത് പക്ഷേ കുറച്ച് ഷോർട്ടാണ്, ഒത്തിരി ലെങ്ത് ഇല്ല. എന്തായാലും നമ്മൾ അടിയിൽ ബോട്ടം ഇടണം. ബോട്ടം ഇടണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇടണം. ഇതൊരു ഷോർട്ട് ഡ്രസ്സാണ്. ടൈസും ഇടണം. അതുപോലെ തന്നെ ഒരുപാട് സീത്രൂ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ ഇപ്പോൾ സ്ലിപ്പ് ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. ഫാബ്രിക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലെങ്ത്, ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഈ മുകളിൽ നിന്ന് മടക്കി വെച്ചപ്പോൾ ഇത്രയാണ് നമുക്ക് ലെങ്ത് വരുന്നുള്ളൂ. ഞാൻ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ വേറെ കളേഴ്സ് ഞാൻ കണ്ടില്ല, ഈ ഒരു കളർ മാത്രമേ കണ്ടുള്ളൂ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, നല്ല ലൈറ്റ് ഷെയ്ഡാണ് വന്നേക്കുന്നത്. സോ ഇതിനെ കുറിച്ച് വേറെ പറയാൻ, ഇതിന്റെ സൈസ് സ്മോൾ തൊട്ട് XXL വരെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. സോ ഇതിന്റെ റേറ്റ് വന്നിട്ട് 443 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. ആ ഒരു റേറ്റിനുള്ളത് ഇത് ശരിക്കും ഉണ്ട്. അത്ര നല്ല ക്വാളിറ്റിയും ഫാബ്രിക്കും എല്ലാം നല്ലതാണ്. ഇത് ഈവൻ നമുക്കൊരു ജീൻസിന്റെ കൂടെ ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. നിങ്ങൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്നോട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തും അല്ലെങ്കിൽ കമന്റ് ചെയ്തും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാനായിട്ട്. സോ ഇത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല നമുക്ക് ജീൻസിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാനൊക്കെ നല്ലതാണ്. സോ ഇത്രേ ഉള്ളൂ. ഇതിന്റെ കോഡ് വന്നിട്ട് 44522942 ആണ് ഇതിന്റെ കോഡ് വന്നിട്ട്. സോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ വേഗം തന്നെ പോയി വാങ്ങിക്കോളൂ. വേറെ ക്വാളിറ്റിയിലൊന്നും നിങ്ങൾ ഒട്ടും കൺസേൺ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ 5th വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സല്ല, കുർത്ത സെറ്റാണ്. പക്ഷെ ദുപ്പട്ട വരുന്നില്ല, ടോപ്പും ബോട്ടവും മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല, എനിക്ക് വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്തിരുന്നു നമുക്ക് അൺബോക്സ് ചെയ്യാം, ഒരു അൺബോക്സിങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ സാധാരണ മീഷോയിൽ നിന്ന് വന്ന കവറുണ്ടല്ലോ, ആ ഒരു കവറും പിന്നെ ഇതിനകത്ത് വേറൊരു കവറും. അതിൽ കാണിച്ചേക്കുന്ന എക്സാക്റ്റ് കളർ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ക്വാളിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലാണ്
ഇതിന്റെ എംബ്രോയിഡറി നല്ല കട്ടിക്കാണ് കേട്ടോ വന്നേക്കണേ. ഓക്കെ, ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഞാനാണെങ്കിൽ പിക്ചർ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇട്ട് തന്നേക്കാം. സോ ഒരു ഐഡിയ കിട്ടും. ഞാനാണെങ്കിൽ ഇതിങ്ങനെ അന്നേരം ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് കയ്യിലേക്ക് കിട്ടുന്നത്. സോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട്. ദാറ്റ് ഞാൻ വാങ്ങിയിരിക്കുന്ന മീഡിയം സൈസാണ്. 38 എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സൈസ് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ നെക്കാണേലും ഒത്തിരി വൈഡ് ആയിട്ടുള്ള നെക്കല്ല, ഈ ഒരു ഷേപ്പിലാണ് നെക്ക് വന്നേക്കുന്നത്. നല്ല രീതിയിൽ എംബ്രോയിഡറി ആണെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് വന്നേക്കുന്നത് കേട്ടോ. ത്രെഡൊന്നും അങ്ങനെ പൊങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ശരിക്കും കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ ഇത് ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ആണ് വന്നേക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും ഫാബ്രിക്കും എല്ലാം നിങ്ങളൊന്ന് കണ്ടത് എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത്. സിൽവറും ഗോൾഡനും മിക്സ് ആയിട്ട് വന്നേക്കുന്നത്. സിൽവർ അല്ല, വൈറ്റ് കളർ, വൈറ്റും ഗോൾഡനും കളറിലാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു എക്സാക്ട് കളർ തന്നെയാണ് അതിൽ വേറെ ത്രെഡ് വർക്ക് വന്നേക്കുന്നത് കേട്ടോ. സോ ഇത് നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ സ്ലീവിനാണെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ളതാണ് കേട്ടോ. ഫുൾ സ്ലീവ് പോലെ കിടക്കുന്നത്. ഇത് ഫുൾ സ്ലീവ് ആണ്. ഓക്കെ, ഇത്ര തന്നെ സ്ലീവിന് ലെങ്ത് ഉണ്ട് ഇതിന് കേട്ടോ. രസമുണ്ട് അല്ലേ? നമ്മുടെ സ്ലീവിന്റെ എൻഡിലാണേലും ഇതുപോലെ വർക്കൊക്കെ വരുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഇതിങ്ങനെ പറയണത് ഇങ്ങനെ തീരെ വിലക്കുറവാണ് കേട്ടോ. നല്ല റേറ്റ് കുറവിലാണ് ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത്. ഫാബ്രിക് നിങ്ങൾ ഒന്നുകൂടെ കണ്ടു, അത്യാവശ്യം നല്ല രീതിയിലാണ്. ആ ഒരു റേറ്റ് വെച്ചിട്ടാണെങ്കിൽ നല്ല ഫാബ്രിക്കാണ്. ബാക്കിൽ വേറെ ഡിസൈൻ ഒന്നും വരുന്നില്ല, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് ഇത് കിടക്കണമെന്നുള്ള കാര്യം. ഇപ്പം എന്തായാലും എനിക്ക് കണ്ടിട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഫാബ്രിക്കാണ്, നല്ല കട്ടി തോന്നുന്നുണ്ട്, വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര സീത്രൂ ഒന്നും അല്ല കേട്ടോ. ഫാബ്രിക് ഒരുപാട് സീത്രൂ ആയിട്ടുള്ള ഫാബ്രിക് അല്ല. സ്റ്റിച്ചിങ് എല്ലാം ഓക്കെയാണ്. സ്റ്റിച്ചിങ് ഒന്നും പ്രശ്നമൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണില്ല. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വേറെ ഇങ്ങനെ ത്രെഡൊന്നും പൊങ്ങിയിരിപ്പില്ല. സോ ഇതിന്റെ ബോട്ടം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ബോട്ടത്തില് എലാസ്റ്റിക് വരുന്നുണ്ടോ? യാ, ഫ്രണ്ടില് ഇതുപോലെ ഇങ്ങനെയാണ് ഫ്രണ്ട് കാണുന്നത്. ബാക്കില് എലാസ്റ്റിക് വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഇത്രയാണ് എലാസ്റ്റിക് വരുന്നത്. പിന്നെ നമുക്ക് വേറെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വള്ളികളൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇതില് വേറെ ഇവിടെ അതായത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട്, ഫ്രണ്ടില് വരുന്നില്ല. രണ്ടിടത്തുണ്ട്. അതായത് 2 പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. കൊള്ളാം, രസമുണ്ട്. ദാറ്റ് 2 സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബോട്ടം ഉണ്ടല്ലോ, ബോട്ടത്തിന്റെ അടിയിൽ ഇതുപോലെയാണ് സ്റ്റിച്ചിങ്. അതായത് ഇങ്ങനെ വന്നിട്ട് ഈ പെൻസിൽ പാൻറ് പോലെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിങ്, അതുപോലെ തന്നെ ഇവിടെ 3 ഷോ ബട്ടൺ. കൊള്ളാം, രസമുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഈ ഒരു റേറ്റില് ഇതൊക്കെ നല്ല ഭംഗിയില്ലേ? കൊള്ളാം, എനിക്കിഷ്ടമായി. നല്ല ഒരു ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഇടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടം. എനിക്ക് ടോപ്പിനെക്കാളും ഇച്ചിരിയോടെ ഇഷ്ടം എനിക്ക് ബോട്ടത്തിനോട് തോന്നി. നല്ല ഭംഗിയുണ്ട്, നല്ല കളറും നല്ല രസമുണ്ട്. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ടോപ്പും ബോട്ടവും രണ്ടും കൂടി ഇടുമ്പോഴത്തേന് നല്ല രസം ഉണ്ടാകും. അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ടും. പിന്നെ ഈ ടോപ്പിന് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ആകെ ഈ ഒരു എംബ്രോയിഡറി വർക്ക് മാത്രമേ പറയാനുള്ളൂ. അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നേക്കണത്. സോ ഇതിന്റെ റേറ്റ് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം തൊട്ട് XXL വരെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ മീഡിയം ആണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 377 377 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ടോപ്പും ബോട്ടും കിട്ടുന്നത്. ആ ഒരു റേറ്റിൽ നമുക്കിത് സോ വർത്തിയാണ്, അടിപൊളിയാണ്. കാരണം നമുക്ക് 377 രൂപയ്ക്ക് നമുക്കൊരു ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഇത് നമുക്ക് നല്ല ലാഭമാണ്. ലാഭം എന്നല്ല, നമുക്ക് ഒട്ടും നഷ്ടമല്ല. നല്ല രസമുണ്ട് ഡ്രസ്. അതായത് ഇതിന്റെ ഫാബ്രിക് ആണെങ്കിലും നല്ലതാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്, നല്ല ഡിസൈനാണ്, നല്ല കളറാണ്. എനിക്കിഷ്ടപ്പെട്ടു, നല്ലപോലെ എനിക്കിഷ്ടപ്പെട്ടു. ഈ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോ ഗുഡ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കോഡ് വന്നിട്ട് 44242861 ആണ് ഇതിന്റെ കോഡ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇത് വേഗം വാങ്ങാം കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്.